ടെക്സ്റ്റ് മാറാതെ എങ്ങനെ നമുക്ക് ഈ കാണുന്ന രീതിയിലുള്ള എഫക്റ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇതാണ് മാച്ച് കട്ട് എഫക്റ്റ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് എങ്ങനെ ആഫ്റ്റർ എഫക്റ്റിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാമെന്ന് നോക്കാം. സോ മൈ നെയിം ഈസ് അഖിൽ. വെൽക്കം ടു അഖിൽ ഡിസൈൻ. സോ നമുക്കിന്ന് വേണ്ടത് കുറച്ച് ഇനി സ്ക്രീൻഷോട്ട്സ് ആണ്. അപ്പോൾ ഈ സ്ക്രീൻഷോട്ട് യൂസ് ചെയ്തിട്ടാണ് നമ്മളിന്ന് മാച്ച് എഫക്റ്റ് നമ്മളിന്നിവിടെ ആഫ്റ്റർ എഫക്റ്റിൽ ചെയ്യുന്നത്. സോ ബേസിക്കലി ഈ സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്യുക. അപ്പോൾ ഞാൻ ഇന്നിവിടെ എടുക്കുന്ന വേർഡ് എന്ന് പറയുന്നത് മാച്ച് കട്ട് എന്നതാണ്. അപ്പോൾ മാച്ച് കട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ബ്ലോഗോ സൈറ്റ്സോ കാര്യങ്ങളോ വരുമ്പോൾ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഒരു 10 സൈറ്റെങ്കിലും ഓപ്പൺ ചെയ്തിട്ട് ആ സൈറ്റിൻ്റെ മാച്ച് കട്ട് എന്ന് പറയുന്ന വേർഡ് വരുന്ന ഭാഗം നമ്മൾ സ്ക്രീൻഷോട്ട് എടുക്കുക എന്നുള്ളതാണ്. അതിനുശേഷം നമ്മൾ ആ എടുത്ത സ്ക്രീൻഷോട്ട് എന്ന് പറയുന്നത് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് മാച്ച് കട്ട് എന്നൊരു ഫോൾഡറിലേക്ക് സേവ് ചെയ്ത് വെക്കുന്നു. കാരണം ഈ സേവ് ചെയ്ത് സ്ക്രീൻഷോട്ട് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇന്ന് ഈ ആഫ്റ്റർ എഫക്റ്റ് ട്യൂട്ടോറിയൽ ചെയ്യുന്നത്. ഞാൻ ഇന്നിവിടെ യൂസ് ചെയ്യുന്ന സൈസ് എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ പോർട്രൈറ്റ് HD എന്ന് പറയുന്ന ഒരു പ്രീസെറ്റ് ആണ്. അതായത് 1080x1920 എന്നുള്ള ആ ഒരു 30 ഫ്രെയിം പെർ സെക്കൻഡിന്റെ ഒരു പോർട്രൈറ്റ് സൈസ് ആണ് ഞാൻ ഇന്നിവിടെ യൂസ് ചെയ്യുന്നത്. അതായത് റീൽസിന്റെ സൈസ്. അപ്പം ഞാൻ ജസ്റ്റ് ഈ ഡ്യൂറേഷൻ ഒരു 20 സെക്കൻഡ് ഞാൻ ഇവിടെ ജസ്റ്റ് കൊടുക്കുകയാണ്. സോ അപ്പം ഞാൻ ഇനി ഓപ്പൺ ഓക്കെ കൊടുക്കും. ഇനി ഇതിലേക്ക് നമ്മൾ സേവ് ചെയ്ത് വെച്ചിട്ടുള്ള സ്ക്രീൻഷോട്ട് അത് നമുക്ക് ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇത് 10 സ്ക്രീൻഷോട്ട് ഉണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് 10ഉം ഞാനിവിടെ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു റെഫറൻസ് കൊടുക്കണം. കാരണം നമ്മൾ കൊടുക്കുന്ന വേർഡ്സ് ജസ്റ്റ് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ യൂസ് ചെയ്യുന്ന വേർഡ് എന്ന് പറയുന്ന മാച്ച് കട്ട് എന്നായതുകൊണ്ട് തന്നെ ഞാനൊരു റെഫറൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ന്യൂ കൊടുക്കുന്നു, ഞാനൊരു ഷേപ്പ് ലെയർ കൊടുക്കുന്നു. സോ ഇനി ഇതിലേക്ക് ഞാനൊരു റെക്റ്റാങ്കിൾ ഞാനിവിടെ ജസ്റ്റ് ഒരു സിമ്പിളായിട്ട് വരയ്ക്കുകയാണ്. ഓക്കെ, ഇനി ഞാനിത് അലൈൻ ചെയ്തിട്ട് ഇനി ഞാനിവിടെ നമ്മുടെ ഷേപ്പ് ലെയറിലേക്ക് വന്നിട്ട് അവിടെ ഞാൻ ബ്ലെൻഡിങ് മോഡ് എന്നുള്ളത് മൾട്ടിപ്ലൈയും കൂടെ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ലെയറിൻ്റെ ഒരു റെഫറൻസ് നമ്മുടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നും എടുത്തിട്ട് നമുക്ക് അതിൻ്റെ ആ ഒരു ലെവലിലേക്ക് നമുക്ക് എത്തിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് അത് ഓരോന്നും നമ്മൾ അത് ചെയ്ത് നമ്മളത് ഓക്കെ. അപ്പോൾ സൂം ചെയ്തിട്ട് ഞാനിവിടെ ഒരു 3 ഫ്രെയിം സെക്കൻഡിൽ ആയിരിക്കണം എനിക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്ന എന്ന് പറയുന്നത് Ctrl+Shift+D എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ നമുക്കത് സ്പ്ലിറ്റ് ആയിട്ട് നമുക്കത് എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഏകദേശം കട്ടായിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് അറേഞ്ച് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ആനിമേഷനിൽ പോയിട്ട് ഫ്രെയിം അസിസ്റ്റൻ്റ് എന്ന് പറയുന്നത് നമുക്ക് സെലക്ട് ചെയ്തിട്ട് നമുക്ക് സീക്വൻസ് ലെയർ എടുക്കാം. അപ്പോൾ ഇവിടെ ഓവർലാപ്പ് അല്ല നമുക്ക് വേണ്ടത്, ഇവിടെ സെലക്ട് ചെയ്യരുത്. ഈ സെലക്ട് ചെയ്യാതെ തന്നെ ജസ്റ്റ് ഓക്കെ കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് നമ്മളുടെ ആ ഒരു ലെയർ എന്ന് പറയുന്നത് ഇപ്പം കറക്റ്റ് ആയിട്ടുണ്ട്. സോ നമുക്കൊന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ അത് നമുക്ക് അത്രയും വേണ്ട. അപ്പോൾ നമ്മൾ ജസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ഫ്രെയിം എവിടെയാണ് ആ ഫ്രെയിം നിൽക്കുന്നത് അവിടെ വെച്ചിട്ട് ഞാൻ ജസ്റ്റ് എന്ന് ടൈപ്പ് ചെയ്യാണ്. നമുക്കിപ്പം ടോട്ടലി 25 ഫ്രെയിംസ് ആണ് ഇപ്പോൾ നമ്മൾ വെച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് അതിന് ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ ഈ ഷേപ്പ് ലെയർ നമുക്ക് ജസ്റ്റ് ഒന്ന് ഡിസേബിൾ ചെയ്യാം. അപ്പോൾ നമ്മുടെ മാച്ച് കട്ട് ഇപ്പം ഏകദേശം സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിനകത്ത് കാണുന്ന ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കുറേയൊക്കെ ബ്ലാങ്ക് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് റെപ്റ്റൈൽ എന്ന് പറയുന്ന ഒരു നമ്മൾ CC റെപ്റ്റൈൽ എന്നുള്ള ഒരു എഫക്റ്റ് ഉണ്ട്. അപ്പോൾ അത് ജസ്റ്റ് നമ്മളൊന്ന് ഇമ്പോർട്ട് ചെയ്തിട്ട് നമ്മൾക്ക് എവിടെയാണ് അത് ഫില്ലപ്പ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഈ കേസിലാണെങ്കിൽ ഇപ്പം മാച്ച് കട്ട് എന്നുള്ള മുകളിലേക്കാണ് ഇത് അധികം ഉള്ളത്. അപ്പോൾ നമുക്കത് ജസ്റ്റ് ഒന്ന് പാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഫില്ല് ചെയ്ത് തരും. ഇപ്പം അടുത്ത ഫ്രെയിമിലേക്ക് പോവുക. അടുത്ത ഫ്രെയിമിൽ രണ്ടിടത്ത് പ്രശ്നങ്ങളുണ്ട്, ഒന്ന് മുകളിലുണ്ട് താഴെയുണ്ട്. അപ്പോൾ നമ്മൾ എക്സ്പാൻഡ് ഡൗൺ എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്ക് ആദ്യം ഫില്ല് ചെയ്തിട്ട് പിന്നെ നമ്മൾ എക്സ്പാൻഡ് അപ്പ് എന്ന് പറയുന്നത് ഫില്ല് ചെയ്യുക. അപ്പോൾ നമ്മളുടെ ഏകദേശം നമ്മുടെ മാച്ച് കട്ട് ഓൾറെഡി സെറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമുക്കൊന്ന് ലൂപ്പ് ആനിമേറ്റർ ആയിട്ട് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പുതിയൊരു കോംബ് എടുക്കുന്നു. ഓക്കെ, പുതിയ കോമ്പിൽ നമ്മൾ സെയിം തന്നെ ഫോർമാറ്റ് തന്നെയാണ്. നമ്മളിപ്പോൾ ഒരു ജസ്റ്റ് 10 സെക്കൻഡ് നമ്മൾ കൊടുക്കുന്നു. സോ 10 സെക്കൻഡ് കോംബ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇത് നമുക്കൊന്ന് പ്രീ കമ്പോസ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ നമ്മളുടെ ഫയലെല്ലാം കൂടെ എടുത്തിട്ട് പ്രീ കമ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ലൂപ്പ് എന്ന് പറയുന്ന നെയിം ഇവിടെ കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ലൂപ്പ് എന്ന് പറയുന്ന നെയിം നമുക്ക് ഇതിനകത്ത് കുറച്ചും കൂടി ഒരു എഫക്ട്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതിപ്പോൾ ടോട്ടൽ 25 ഫ്രെയിം ആണ് എന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് ലൂപ്പ് ചെയ്യണം. കാരണം ഒരു 10 സെക്കൻഡോ അല്ലെങ്കിൽ 5 സെക്കൻഡോ നമുക്കൊന്ന് ലൂപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്കവിടെ നമ്മുടെ 5 സെക്കൻഡിൽ അവിടെ എത്തിയിട്ട് ജസ്റ്റ് എന്ന് ടൈപ്പ് ചെയ്യുന്നു. അതിനുശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ട്രിം കോം ടു വർക്ക് ഏരിയ എന്ന് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് 5 സെക്കൻഡ് വരെ നമുക്കവിടെ എക്സ്ട്രാക്റ്റ് ആയിട്ട് കിട്ടും. ഇതൊരു ബേസിക് കാര്യങ്ങളാണ്. ഇതിൻ്റെ ഒരു ലൂപ്പ് ആനിമേഷൻ നമുക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ലൂപ്പ് എന്നുള്ളത് സെലക്ട് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ടൈം
എനബിൾ ടൈം റീമാപ്പിംഗ് എന്നുള്ളത്, അല്ലെങ്കിൽ കൺട്രോൾ ഓൾ ടി എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടൈം റീമാപ്പ് ചെയ്യും. അതിനുശേഷം നമ്മളിവിടെ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മൾ സൂം ചെയ്തിട്ട് നമുക്കിത് ജസ്റ്റ് ഒരു 10 സെക്കൻഡ് നമ്മളിതൊന്ന് ലൂപ്പ് അങ്ങോട്ട് നമ്മൾ വലിച്ചിടുകയാണ്. ഈ ഒരു ഫ്രെയിം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അത് വിസിബിൾ അല്ല. അപ്പോൾ അതിന് വേണ്ടി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മളത് സെലക്ട് ചെയ്തിട്ട് എവിടെയാണ് ആ ലാസ്റ്റ് ഫ്രെയിം വരുന്നത് അവിടെ നമ്മളൊരു ടൈം റീമാപ്പിൻ്റെ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക എന്നുള്ളതാണ്. എന്നിട്ട് നമ്മുടെ ഈ ലാസ്റ്റ് വന്നത് ഡിലീറ്റ് ചെയ്യുന്നു. ഓക്കെ, എന്നിട്ട് നമ്മൾ ആ 26ലേക്ക് നമുക്കൊന്ന് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് നോക്കുവാണെങ്കിൽ ഇതാ നമ്മുടെ ആ ഒരു കീ ഫ്രെയിം അവിടെ ഉണ്ട്. അതായത് ലാസ്റ്റിൽ ഏതാണ് വന്നത് അത് ഇവിടെ ഫുള്ള് നമുക്ക് കാണാൻ പറ്റും. ഇനി ഇത് ആനിമേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ റീമാപ്പിൽ തന്നെ ഓൾട്ട് പ്രസ് ചെയ്തുകൊണ്ട് നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഈ ഒരു ഓപ്ഷൻ വരും. അപ്പോൾ ഈ ഒരു ഓപ്ഷനിൽ നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടത് ലൂപ്പ് ഔട്ട് എന്ന് പറയുന്ന ഒരു എക്സ്പ്രഷൻ നമ്മളിവിടെ ആഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇതെന്തിനാണ് ആഡ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ലൂപ്പ് ആനിമേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു എക്സ്പ്രഷൻ നമുക്ക് അവിടെ ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഇത് ഇപ്പം പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. സോ ഇനി നമുക്ക് ഇതിൽ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നമുക്ക് ഇതിനകത്ത് ചെറിയ ചെറിയ ആനിമേഷൻസും കാര്യങ്ങളും നമുക്ക് കൊടുത്ത് നോക്കാം. അതിന് വേണ്ടി നമുക്ക് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാച്ച് കട്ട് എന്നുള്ളതൊന്ന് ഹൈലൈറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് ഞാൻ അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. എന്നിട്ട് ഞാനിവിടെ ഒരു വിഗ്നേറ്റ് എഫക്റ്റ് ഇവിടെ ആഡ് ചെയ്യുവാണ്. സോ നമ്മുടെ വിഗ്നേറ്റ് എഫക്റ്റ് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ മാച്ച് കട്ട് എന്നുള്ളത് ഹൈലൈറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വീണ്ടും റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഞാനൊരു ഷേപ്പ് ലെയർ കൊടുക്കുന്നു. എന്നിട്ട് ഞാനൊരു സ്ട്രോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു പെൻ ടൂൾ സെലക്ട് ചെയ്തിട്ട് ഇവിടെ മുതൽ ഇവിടം വരെ ഉള്ള ഒരു സ്ട്രോക്ക് ഞാനിവിടെ കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ സ്ട്രോക്കിൻ്റെ ലെന്തൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റ് ചെയ്യുന്നു. സോ എന്നിട്ട് ഞാനിത് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഞാനിതിൻ്റെ ഒന്ന് ബ്ലെൻഡിങ് ഓപ്ഷൻ മോഡ് എന്നുള്ളത് ഞാൻ മൾട്ടിപ്ലൈ ആക്കും. അപ്പോൾ നമുക്കിത് കുറച്ചും കൂടെ ഒരു വിസിബിൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇനി നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം കംപ്ലീറ്റ്ലി ഇതെങ്ങനെയാണ് പോകുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ മാച്ച് കട്ട് എന്നുള്ളത് കുറച്ചുകൂടെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇതിലേക്കൊരു ആനിമേഷൻ കൊടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഡൗൺ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഞാൻ ട്രിം പാത്ത് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുന്നു. അപ്പോൾ ട്രിം പാത്ത് വീണ്ടും നമ്മളത് ഡൗണിലേക്ക് ആക്കിയിട്ട് നമുക്ക് എൻ്റെ എന്നുള്ളത് ഒരു 0 ആക്കിയിട്ട് നമുക്കൊരു ഏകദേശം ഒരു 5 സെക്കൻഡൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്കൊരു ഫുള്ള് വരുന്ന രീതിയിൽ നമുക്കൊന്ന് ആനിമേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കീ ഫ്രെയിം ഏസിൻ ചെയ്യുന്നു. അപ്പോൾ ഞാൻ F9 കൊടുക്കുന്നു. അപ്പോൾ നമ്മുടെ മാച്ച് കട്ട് എന്നുള്ളത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കാം. സോ ഇനി ഞാൻ ഇതിലേക്ക് ഒരു ക്യാമറ ഓപ്ഷൻ ആഡ് ചെയ്യണം. അപ്പോൾ ഞാൻ ക്യാമറ ഓപ്ഷൻ ആഡ് ചെയ്ത് ഒരു 2 നോട്ട് ക്യാമറ ഞാൻ ഇവിടെ കൊടുക്കുന്നു. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഓക്കെ കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒരു ബ്ലർ എഫക്റ്റും ഒക്കെ അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓപ്ഷൻ ഒന്ന് എടുക്കുകയാണെങ്കിൽ ക്യാമറ ഓപ്ഷൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഒരു അപ്പേച്ചർ എന്ന് പറയുന്ന ഒരു 4 ആ ഒരു റേഞ്ചിൽ മതി. നമുക്ക് അത്രയും ഒരു ബ്ലർനെസ് മതി. അപ്പോൾ അതേസമയം നമ്മുടെ ഇത് വർക്ക് ചെയ്യണമെങ്കിൽ നമുക്കിവിടെ ക്യാമറ സൂം എന്നുള്ളത് ഒന്ന് 3D എനബിൾ ചെയ്യണം. എന്നാൽ മാത്രമേ ഈ ഒരു എഫക്റ്റ് ഇവിടെ വർക്ക് ആവത്തുള്ളൂ. എന്നിട്ട് നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് പാൻ ചെയ്യണം. പാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഈ കാണുന്ന ഡോളി ടുവേർഡ്സ് കസറ്റ് ടൂൾ എന്ന് പറയുന്ന ഇത് ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ പൊസിഷൻ സെറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ പൊസിഷൻ ഒരു ക്രീ ഫ്രെയിം നമ്മൾ കൊടുക്കുന്നു. അപ്പോൾ ഒരു 5th സെക്കൻഡ് ആകുമ്പോൾ ജസ്റ്റ് എനിക്ക് ഫുൾ സൂം ആയിട്ട് കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ജസ്റ്റ് പൊസിഷൻ കീ ഫ്രെയിം നമ്മൾ കൊടുത്തിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ നമ്മൾ 5th സെക്കൻഡ് ആകുമ്പോൾ നമുക്ക് മാച്ച് കട്ട് കുറച്ചുകൂടെ ഹൈലൈറ്റ് ആവുന്ന രീതിയിൽ നമ്മളിവിടെ സെറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ സൂം എഫക്റ്റ് ഇവിടെ പെർഫെക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പം നമ്മുടെ ആഫ്റ്റർ എഫക്റ്റിൻ്റെ ഈ ഒരു മാച്ച് കട്ട് എഫക്റ്റ് ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ഇനിയും വരും ദിവസങ്ങളിൽ ആഫ്റ്റർ എഫക്റ്റിൻ്റെ ട്യൂട്ടോറിയലായിട്ട് ഞാൻ വീണ്ടും വരും. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.